നമ്മളെ ഫസ്റ്റ് മൊഡ്യൂളിലെ ഫസ്റ്റ് ടോപ്പിക്കായിരുന്നു അഗ്രിഗേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അഗ്രിഗേറ്റ് എന്ന് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു മെറ്റീരിയലാണ് അഗ്രിഗേറ്റ് അല്ലേ. അപ്പം അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് എന്താണ്? അഗ്രിഗേറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ യൂസ്ഡ് ഇൻ കൺസ്ട്രക്ഷൻ ഇൻക്ലൂഡിങ് സാൻഡ്, ഗ്രാവൽ എക്സെട്ര. അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ മെറ്റീരിയൽ യൂസ്ഡ് ഇൻ കൺസ്ട്രക്ഷൻ, അതായത് കൺസ്ട്രക്ഷന് യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് അഗ്രിഗേറ്റ്, ഇൻക്ലൂഡിങ് സാൻഡ്, ഗ്രാവൽ എക്സെട്ര. നിങ്ങൾക്ക് ഈ കോൺക്രീറ്റ് മിക്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും. മിക്സ് ചെയ്യുന്ന സമയത്ത് ഈ ഫിഗറിൽ കാണിക്കുന്ന നമ്മൾ നോർമലി നാടൻ ഭാഷയിൽ നമ്മൾ മെറ്റൽ എന്ന് പറയും. നമ്മൾ സിവിൽ എഞ്ചിനീയേഴ്സ് അതിനെ മെയിൻലി പറയുക കോഴ്സ് അഗ്രിഗേറ്റ് എന്നാണ്. അതുപോലെ സാൻഡ് ഉണ്ടാവില്ലേ, സാൻഡ് നമ്മൾ ഫൈൻ അഗ്രിഗേറ്റ് എന്ന് പറയും. അപ്പം ഈ ഒരു ഫൈൻ അഗ്രിഗേറ്റ് ആൻഡ് കോഴ്സ് അഗ്രിഗേറ്റ് എന്ന് എല്ലാം കൂടെ ഉള്ളൊരു ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയുക, അഗ്രിഗേറ്റ് എന്ന് പറയുക. അതിൻ്റെ ക്ലാസിഫിക്കേഷനൊക്കെ നിങ്ങൾ നെക്സ്റ്റ് സ്ലൈഡിലൊക്കെ പഠിക്കും. അപ്പം സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ യൂസ്ഡ് ഇൻ കൺസ്ട്രക്ഷൻ ഇൻക്ലൂഡിങ് സാൻഡ്, ഗ്രാവൽ എക്സെട്ര. അതുപോലെ സാൻഡ്, ഗ്രാവൽ അങ്ങനത്തെ ആ ഗ്രൂപ്പ് കാറ്റഗറിയിൽ വരുന്ന കുറച്ച് മെറ്റീരിയലിനെ നമ്മൾ ഗ്രൂപ്പായിട്ട് പറയുന്നതാണ് അഗ്രിഗേറ്റ് എന്ന്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻറ്റ് ഇൻ കോൺക്രീറ്റ്. അതായത് കോൺക്രീറ്റിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് എന്ത്? അഗ്രിഗേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് ഡിറൈവ്ഡ് ഫ്രം റോക്ക്. നമുക്കറിയാം, നമ്മൾ ഈ കോറീസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ ലാർജ് കോറീസിലൊക്കെ ഈ പാറ പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് വലിയ വലിയ പാറ എടുത്ത് അതിനെ ക്രഷറൊക്കെ യൂസ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു സൈസിലുള്ള അഗ്രിഗേറ്റ് ആക്കുന്നത് അല്ലേ, നിങ്ങൾക്കറിയാം. അപ്പം നോർമലി റോക്സിൽ നിന്നാണ് ഈ ഒരു അഗ്രിഗേറ്റ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് ഇറ്റ്സ് ഫോം എ ബോഡി ഓഫ് കോൺക്രീറ്റ്. അതെന്താണ്? അതായത് കോൺക്രീറ്റിന് ഒരു സ്പെസിഫിക് ബോഡി അല്ലെങ്കിൽ ഒരു സ്ട്രെങ്ത് കൊടുക്കുന്നത് ആരാണ്? മെയിൻലി ഈ അഗ്രിഗേറ്റ് ആണ്. ആൻഡ് ജനറലി ഒക്യുപ്പൈ 65-80% ഓഫ് എ കോൺക്രീറ്റ് വോളിയം. അതായത് നിങ്ങൾക്ക് ഈ ഫിഗർ കണ്ടാൽ തന്നെ അറിയാം, ഇതിൻ്റെ അകത്ത് അഗ്രിഗേറ്റ് ആണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. ഇവിടുന്ന് ഇവിടം വരെ കോഴ്സ് അഗ്രിഗേറ്റ് ആണ്, ഇവിടുന്ന് ഇവിടം വരെ ഫൈൻ അഗ്രിഗേറ്റ് ആണ്. അപ്പം നമുക്ക് നോർമലി എന്ത് പറയാം, ഒരു കോൺക്രീറ്റ് മിക്സ് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോൺക്രീറ്റ് വോളി എടുത്തു കഴിഞ്ഞാൽ അതിലെ 65-80% ആരാണ്? അഗ്രിഗേറ്റ് ആണ്. ഓക്കെ, പിന്നെന്താണ്? ഇറ്റ്സ് റെഡ്യൂസ് ഷ്രിങ്കേജ്. ഇത് ഷ്രിങ്കേജ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. പിന്നെന്താണ്? ഇറ്റ്സ് സെക്യൂറിങ് വോളിയോമെട്രിക് സ്റ്റെബിലിറ്റി ആൻഡ് ഡ്യൂറബിലിറ്റി. ഒരു വോളിയോമെട്രിക് സ്റ്റെബിലിറ്റി കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ഡ്യൂറബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്? നാച്ചുറൽ അഗ്രിഗേറ്റ്സ് ആർ ഫോം ഡ്യൂ ടു പ്രോസസ് ഓഫ് വെതറിങ് ആൻഡ് ആർട്ടിഫിഷ്യൽ അഗ്രിഗേറ്റ്സ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ വൺസ് ആർ ഒബ്റ്റെയിൻഡ് ബൈ ക്രഷിംഗ് ലാർജ് പാരന്റ് മാസസ്. നമുക്കറിയാം, നാച്ചുറൽ അഗ്രിഗേറ്റ് എങ്ങനെയാണ് സാധാരണ നമുക്ക് കിട്ടുന്നത്? ഈ വെതറിങ് വഴി. വെതറിങ് എന്താ അറിയില്ലേ നിങ്ങൾക്ക്? അപ്പം ഈ നാച്ചുറൽ അഗ്രിഗേറ്റ്സ് നമുക്ക് കിട്ടുന്നത് വെതറിങ് പ്രോസസ്സ് വഴിയിട്ടാണ്. ഈ വിൻഡ് വഴിയോ റെയിന് അങ്ങനത്തെ കുറേ ഫാക്ടേഴ്സ് ഇല്ലേ, അങ്ങനത്തെ വെതറിങ് വഴിയാണ് നമുക്ക് നോർമലി നാച്ചുറൽ അഗ്രിഗേറ്റ്സ് കിട്ടുന്നത്. ആൻഡ് ആർട്ടിഫിഷ്യൽ വൺസ് ആർ ഒബ്റ്റെയിൻഡ് ബൈ ക്രഷിംഗ് ലാർജ് പാരന്റ് മാസസ്. ഓക്കെ, ആർട്ടിഫിഷ്യൽ അഗ്രിഗേറ്റ് നമുക്ക് കിട്ടുന്നത് ഈ പാരന്റ് മാസിൽ നിന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുന്നതാണ്. അപ്പം നമുക്ക് എന്ത് പറയാം? അഗ്രിഗേറ്റ് നാച്ചുറൽ അഗ്രിഗേറ്റ്സും ഉണ്ട്, നാച്ചുറലി കിട്ടുന്ന അഗ്രിഗേറ്റും ഉണ്ട്, ആർട്ടിഫിഷ്യലി കിട്ടുന്ന അഗ്രിഗേറ്റും ഉണ്ട്. ദ അഗ്രിഗേറ്റ് ഷുഡ് ബി സ്ട്രോങ് ബിക്കോസ് ദ വീക്ക് അഗ്രിഗേറ്റ്സ് കാൺ മേക്ക് സ്ട്രോങ് കോൺക്രീറ്റ് ആൻഡ് ദേ മേ ലിമിറ്റ് ദ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ്. അപ്പം നമുക്കറിയാം, അതായത് വീക്ക് അഗ്രിഗേറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ കോൺക്രീറ്റിന് വേണ്ടത്ര ഒരു സ്ട്രെങ്ത് കിട്ടണം എന്നില്ല. ഓക്കെ, അപ്പം അതാണ് നെക്സ്റ്റ് പോയിന്റ് പറയുന്നത്. ദെയർഫോർ ദ സെലക്ഷൻ ഓഫ് അഗ്രിഗേറ്റ്സ് ബിക്കം വെരി വൈറ്റൽ. അതായത് നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു കോൺക്രീറ്റ് ആണ് നമ്മൾ കിട്ടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് പ്രോപ്പർ സെലക്ഷൻ ഓഫ് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ദ ഫിസിക്കൽ, കെമിക്കൽ ആസ് വെൽ ആസ് ദ തെർമൽ പ്രോപ്പർട്ടീസ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ് ദ പ്രോപ്പർട്ടീസ് ഓഫ് കോൺക്രീറ്റ്. അതായത് ഈ അഗ്രിഗേറ്റ് നമ്മൾ കോൺക്രീറ്റിന് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ അഗ്രിഗേറ്റിൻ്റെ ഫിസിക്കൽ, കെമിക്കൽ അതുപോലെ തന്നെ തെർമൽ പ്രോപ്പർട്ടീസ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ് ദ പ്രോപ്പർട്ടീസ് ഓഫ് കോൺക്രീറ്റ്. അപ്പം ഈ ഫിസിക്കൽ, കെമിക്കൽ, തെർമൽ പ്രോപ്പർട്ടീസ് ഈ കോൺക്രീറ്റിൻ്റെ പ്രോപ്പർട്ടീസിലും
നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയാണ് ഒരു അഗ്രിഗേറ്റിൻ്റെ ഒരു ഇൻട്രോ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ്, വൈ യൂസ് അഗ്രിഗേറ്റ്? നമ്മൾ എന്തിനാണ് അഗ്രിഗേറ്റ് യൂസ് ചെയ്യുന്നത്? ഓക്കെ, അപ്പം അതിൽ മെയിൻ 4 പോയിൻ്റ് എന്ന് പറയുന്നത് എന്താണ്? അഗ്രിഗേറ്റ് റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് കോൺക്രീറ്റ്. ഓക്കെ, അതാണ് ഫസ്റ്റ് പോയിൻ്റ്. അതായത് അഗ്രിഗേറ്റ് എന്ത് ചെയ്യുന്നു? റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് കോൺക്രീറ്റ്. കോൺക്രീറ്റിൻ്റെ മൊത്തത്തിലുള്ള കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ദെൻ റെഡ്യൂസ് തെർമൽ ക്രാക്കിംഗ്. തെർമൽ ക്രാക്കിംഗ് റെഡ്യൂസ് ചെയ്യുന്നു. അതുപോലെ ഷ്രിങ്കേജ് റെഡ്യൂസ് ചെയ്യുന്നു. ലാസ്റ്റ് പോയിന്റ്, ഇമ്പാർട്ട് യൂണിറ്റ് വെയിറ്റ് ടു കോൺക്രീറ്റ്. ഓക്കെ, അപ്പം ഇതാണ് ഇതിൻ്റെ മെയിൻ യൂസായിട്ട് നമ്മൾ പറയുന്നത്. ബട്ട് അതിൻ്റെ യൂസ് ഓഫ് അഗ്രിഗേറ്റ് ക്യാൻ ബി സമ്മറൈസ്ഡ് ഇൻ ടു ഫോളോയിങ് കാറ്റഗറീസ്. അതിൻ്റെ യൂസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മെയിൻലി 3 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഫസ്റ്റ് എന്താണ്? അഗ്രിഗേറ്റ് ആസ് എ ലോഡ് ബിയറിംഗ് മെറ്റീരിയൽ. അഗ്രിഗേറ്റിനെ മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലോഡ് ബിയറിംഗ് മെറ്റീരിയൽ ആയിട്ടാണ്. ഈ പേയ്മെൻറ്റ്, റോഡ്, റെയിൽവേയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അഗ്രിഗേറ്റ്. അപ്പം ഒരു ലോഡ് ബിയറിംഗ് മെറ്റീരിയൽ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ആസ് എ ഫില്ലിംഗ് മെറ്റീരിയൽ. അതുപോലെ അഗ്രിഗേറ്റ് എന്താ യൂസ് ചെയ്യുന്നുണ്ട്? ഫില്ലിംഗ് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആസ് എ ഇൻഫിൽട്രേഷൻ മെറ്റീരിയൽ. അതായത് ഡാംസിലൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? അഗ്രിഗേറ്റ്. നിങ്ങൾ വലിയ ക്ലാസ്സിൽ, അടുത്ത സെമ്മിലൊക്കെ പഠിക്കും. അപ്പം ഇൻഫിൽട്രേഷൻ മെറ്റീരിയലായിട്ടും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? അഗ്രിഗേറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് കുറച്ച് യൂസസ് ആണ്. നമ്മൾ എവിടേക്കാണ് മെയിൻലി അഗ്രിഗേറ്റ് യൂസ് ചെയ്യാന്ന്. ഫസ്റ്റ് എന്താണ്? പബ്ലിക് വർക്ക്സ് പ്രൊജക്റ്റ്. നമ്മൾ പബ്ലിക് വർക്കിലൊക്കെ, അതായത് റോഡിൽ നമ്മൾ അഗ്രിഗേറ്റ്, ടാറിങ്ങിൻ്റെ സമയത്ത് കണ്ടിട്ടില്ലേ? അഗ്രിഗേറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ റെയിൽവേയിലും നിങ്ങൾക്കറിയാം ഈ ഒരു പോർഷൻ ഫുൾ ഫില്ല് ചെയ്തിരിക്കുന്നത് അഗ്രിഗേറ്റ് യൂസ് ചെയ്തിട്ടാണ്. അതുപോലെ സിൽസ്, ഡാംസ്, അതിലൊക്കെ അഗ്രിഗേറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സിവിൽ എഞ്ചിനീയറിംഗ് പ്രോജക്റ്റ് വർക്കിൽ, അതായത് ബ്രിഡ്ജ്, ടണൽസ്, അതിലൊക്കെ എന്താണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അല്ലെങ്കിൽ മെയിൻ കമ്പോണൻ്റ് എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് ആണ്. അതുപോലെ എന്താണ്? പ്രീ ഫാബ്രിക്കേറ്റഡ് കൺസ്ട്രക്ഷനിൽ, ഫേസിങ്സിൽ, ഡെക്കറേഷൻ, അതായത് ഡെക്കറേഷൻ ഇപ്പം അധിക വീടിൻ്റെയും ഇൻറ്റീരിയറിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യും. ഗാർഡനിങ്ങിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇങ്ങനത്തെ പെബിൾസ് അല്ലെങ്കിൽ അഗ്രിഗേറ്റ് യൂസ് ചെയ്യുന്നുണ്ട് ഒരു ഡെക്കറേറ്റിംഗ് ആയിട്ട്. അതുപോലെ ട്രെഞ്ചിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ എന്തൊക്കെയാണ്? ഫുട്പാത്തിലാണ് പിന്നെ ഈ ഒരു ഫുട്പാത്ത് കോട്ടിങ്. അപ്പോൾ ഈ ഒരു ഫിഗർ കണ്ടറിയാം. ഫുട്പാത്ത് കോട്ടിങ്ങിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? അഗ്രിഗേറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സ്ലൈഡ് വരുന്നത് നമ്മളെ സിലബസിലുള്ളൊരു മെയിൻ ടോപ്പിക്കായിരുന്നു ടൈപ്സ് ഓഫ് അഗ്രിഗേറ്റ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് അഗ്രിഗേറ്റ്. അപ്പം നമുക്ക് മെയിൻലി 6 കാറ്റഗറി ആയിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്യാം. അതായത് 6 മെയിൻ ഹെഡിങ്ങിൽ അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ സോഴ്സിൽ അഗ്രിഗേറ്റിനെ 3 ആക്കി കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതായത് അഗ്രിഗേറ്റ് ഫ്രം ഇഗ്നിയസ് റോക്ക്, അഗ്രിഗേറ്റ് ഫ്രം സെഡിമെൻ്ററി റോക്ക് ആൻഡ് അഗ്രിഗേറ്റ് ഫ്രം മെറ്റമോർഫിക് റോക്ക്. ഇതാണ് സോഴ്സിൻ്റെ അണ്ടറിൽ അഗ്രിഗേറ്റിനെ കാറ്റഗറൈസ് ചെയ്തത് 3 ആക്കിയിട്ട്. അതുപോലെ ബേസ്ഡ് ഓൺ സൈസ് അഗ്രിഗേറ്റിനെ കോഴ്സ് അഗ്രിഗേറ്റും ഫൈൻ അഗ്രിഗേറ്റുമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ യൂണിറ്റ് വെയ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ അഗ്രിഗേറ്റിനെ ലൈറ്റ് വെയ്റ്റ് അഗ്രിഗേറ്റ്, നോർമൽ വെയ്റ്റ് അഗ്രിഗേറ്റ്, അതുപോലെ ഹെവി വെയ്റ്റ് അഗ്രിഗേറ്റ് എന്ന് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അവൈലബിലിറ്റീൻ്റെ അടിസ്ഥാനത്തിൽ നാച്ചുറൽ ഗ്രാവൽ അല്ലെങ്കിൽ നാച്ചുറൽ അഗ്രിഗേറ്റ് ഓർ ക്രഷ്ഡ് അഗ്രിഗേറ്റ് അങ്ങനെയും നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഷേപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അഗ്രിഗേറ്റിനെ റൗണ്ട് അഗ്രിഗേറ്റ്, ക്യൂബിക്കൽ അഗ്രിഗേറ്റ്, ആംഗുലർ അഗ്രിഗേറ്റ്, ഇലോങ്ങേറ്റഡ് അഗ്രിഗേറ്റ്, ഫ്ലേക്കി അഗ്രിഗേറ്റ് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടെക്സ്ചറിൻ്റെ വെച്ച് നോക്കുമ്പം എങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്തത്? ഗ്ലാസി അഗ്രിഗേറ്റ്, സ്മൂത്ത് അഗ്രിഗേറ്റ്, ഗ്രാനുലർ അഗ്രിഗേറ്റ്, ക്രിസ്റ്റലൈൻ അഗ്രിഗേറ്റ് ആൻഡ് ഹണികോംഡ് അഗ്രിഗേറ്റ്. അപ്പം ഇതാണ് നിങ്ങളെ 6 കാറ്റഗറി എന്ന് പറയുന്നത്. അഗ്രിഗേറ്റിനെ മെയിൻലി സോഴ്സ്, സൈസ്, യൂണിറ്റ് വെയ്റ്റ്, അവൈലബിലിറ്റി, ഷേപ്പ്, ടെക്സ്ചർ ഇത്രയും കാര്യത്തിൻ്റെ ഇതിലാണ് നമ്മൾ അഗ്രിഗേറ്റിനെ ഡിവൈഡ് ചെയ്തത്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ.
അപ്പം ഈ ഒരു എന്താ പറയുക ക്ലാസിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലൊക്കെ പഠിക്കാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സോഴ്സ് ആണ്. അപ്പോൾ സോഴ്സിൻ്റെ ബേസിൽ അഗ്രിഗേറ്റിനെ മെയിൻലി 3 കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് അഗ്രിഗേറ്റ്സ് ഫ്രം ഇഗ്നിയസ് റോക്സ് ആണ്. അപ്പം ഇഗ്നിയസ് റോക്സ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് നിങ്ങൾക്കൊക്കെ അറിയാം, നിങ്ങളൊക്കെ ജിയോളജിയിൽ പഠിച്ചിട്ടുണ്ടാവും. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഫോം ബൈ ദ സോളിഡിഫിക്കേഷൻ ഓഫ് മോൾട്ടൻ ലാവ ഫോംസ് ഇഗ്നിയസ് റോക്സ്. അതായത് മോൾട്ടൻ ലാവേൻ്റെ സോളിഡിഫിക്കേഷൻ പ്രോസസ്സ് വഴിയിട്ടാണ് ഇഗ്നിയസ് റോക്സ് ഉണ്ടാവുന്നത്. പിന്നെ മോസ്റ്റ് ഇഗ്നിയസ് റോക്സ് ആർ ഹൈലി സാറ്റിസ്ഫാക്ടറി കോൺക്രീറ്റ് അഗ്രിഗേറ്റ് ബിക്കോസ് ദേ ആർ നോർമലി ഹാർഡ്, ടഫ് ആൻഡ് ഡെൻസ്. അതായത് ഒരുവിധം കോൺക്രീറ്റ് വർക്കിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? ഇഗ്നിയസ് റോക്സ് ആണ്. ഹൈലി സാറ്റിസ്ഫാക്ടറി ആണ് കോൺക്രീറ്റ് വർക്കിന്. എന്താ കാരണം? ദേ ആർ നോർമലി ഹാർഡാണ്, ടഫാണ്, ഡെൻസ് ആണ്. അതുകൊണ്ട് എന്താ പറയുക, ഇഗ്നിയസ് റോക്സ് ആർ ഹൈലി സാറ്റിസ്ഫാക്ടറി ഫോർ കോൺക്രീറ്റ് വർക്ക്സ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ദേ മേ ബി അസിഡിക് ഓർ ബേസിക്. മേ ബി എന്താവാം? അസിഡിക് ആവാം, അല്ലെങ്കിൽ ബേസിക് ഇൻ നാച്ചർ ആവാം, ഡിപ്പെൻഡിങ് അപ്പോൺ ദ പെർസെൻറ്റേജ് ഓഫ് സിലിക്ക കണ്ടൻറ്റ്. അതായത് ഇഗ്നിയസ് റോക്സിൻ്റെ മെയിൻ ഒരു കമ്പോണൻറ്റ് എന്ന് പറയുന്നത് സിലിക്കയാണ്. അപ്പം ഡിപ്പെൻഡിങ് അപ്പോൺ ദ പെർസെൻറ്റേജ് ഓഫ് സിലിക്ക അഗ്രിഗേറ്റ് ദാറ്റ് ഈസ് ഇഗ്നിയസ് റോക്ക് മേ ബി അസിഡിക് ഓർ ബേസിക് ഇൻ നാച്ചർ. ഓക്കെ, പിന്നെ എന്താ പറഞ്ഞത്? ദേ മേ ഒക്കർ ലൈറ്റ് കളേർഡ് ഓർ ഡാർക്ക് കളർ. വേണമെങ്കിൽ അത് ലൈറ്റ് കളർ ആവാം, ചിലപ്പം ഡാർക്ക് കളർ ആവാം. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? ക്വാർട്സ്, ഗ്രാനൈറ്റ്, ബസാൾട്ട്, ഒബ്സീഡിയൻ, പ്യൂമൈസ്, ടഫ്. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ എക്സാമ്പിൾ വരുന്നത്. ഇത് നിങ്ങൾ ഈ എക്സാമ്പിൾ നിങ്ങൾക്ക് എന്താ പറയുക, PSC എക്സാമിനായാലും ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനായാലും ഈ എക്സാമ്പിൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും ചോദിക്കുന്നതാണ് എക്സാമ്പിൾ. ഓക്കെ, അപ്പം ഇതൊന്ന് ആലോചിച്ച് വെക്കുക എക്സാമ്പിൾ. നെക്സ്റ്റ് എന്താണ്? Aggregate from sedimentary rocks. Igneous rocks or metamorphic rocks are subjected to weathering agencies such as sun, rain and wind. Sedimentary rocks എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം സെഡിമെൻ്റ് ആയിട്ട് വരിക. അതായത് സെഡിമെൻറ്റേഷൻ പ്രോസസ്സ് വഴി കിട്ടുന്ന റോക്സ് ആണ് സെഡിമെൻ്ററി റോക്സ് എന്ന് പറയുന്നത്. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ജിയോളജിയിൽ പഠിച്ചിട്ടുണ്ടാവും എങ്ങനെയാണ് ഇതിൻ്റെ ഫോർമേഷൻ എന്നൊക്കെ. അതായത് വെതറിങ് ഏജൻസീസ് ആയ സണ്ണ്, റെയിന്, വിൻഡൊക്കെ ഇല്ലേ, അവരൊക്കെ ഇതിനെ എന്താ പറയുക ഡീകമ്പോസ് ചെയ്ത് ട്രാൻസ്പോർട്ട് ചെയ്ത് സെഡിമെൻ്റ് ചെയ്യിക്കും. അങ്ങനെയാണ് ഉണ്ടാവുന്ന റോക്സാണ് സെഡിമെൻ്ററി റോക്സ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ തിക്നെസ്സിനെ പറ്റി പറയുന്നുണ്ട്. തിക്നെസ് എങ്ങനെയാണ്? വാരി ഫ്രം എ ഫ്രാക്ഷൻ ഓഫ് സെൻറ്റിമീറ്റർ ടു മെനി സെൻറ്റിമീറ്റർ. ഒരു സെൻറ്റിമീറ്റർ ടു ഒരു മെനി സെൻറ്റിമീറ്റർ, അതായത് ഒരു ലിമിറ്റാണ് പറയുന്നത്. അതിൻ്റെ തിക്നെസ് അങ്ങനെ വാരി ചെയ്തിട്ടാണ് ഉണ്ടാവാറ്. പിന്നെന്താ പറഞ്ഞത്? സെഡിമെൻ്ററി റോക്സ് വാരി ഫ്രം സോഫ്റ്റ് ടു ഹാർഡ്, പോറസ് ടു ഡെൻസ്, ലൈറ്റ് ടു ഹെവി. ഓക്കെ, അതായത് സെഡിമെൻ്ററി റോക്ക് എങ്ങനെയാവാം? സോഫ്റ്റ് ടു ഹാർഡ് ആ ഒരു റേഞ്ചിലാവാം, പോറസ് ടു ഡെൻസ് ആവാം ആൻഡ് ലൈറ്റ് ടു ഹെവി ആവാം. ഓക്കെ, പിന്നെ പറഞ്ഞത് ഇഫ് ദീസ് ആർ ഹാർഡ് ആൻഡ് ഡെൻസ്, ഓക്കെ, അതായത് ഹാർഡും ഡെൻസും ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ ആണ്. ബട്ട് ഇഫ് നോട്ട്, അതായത് അങ്ങനെ അല്ലെങ്കിൽ, ഹാർഡ് ആൻഡ് ഡെൻസ് അല്ലെങ്കിൽ, ഹൈ അബ്സോർപ്ഷൻ കപ്പാസിറ്റി ഗീവ്സ് അൺസാറ്റിസ്ഫാക്ടറി റിസൾട്ട്. അതായത് ഇത് ഹാർഡും ഡെൻസും അല്ലെങ്കിൽ ഹൈ അബ്സോർപ്ഷൻ കപ്പാസിറ്റി അത് അൺസാറ്റിസ്ഫാക്ടറി ആക്കും. നിങ്ങൾക്ക് ഏത് വർക്കാണെങ്കിലും അതിനൊരു അൺസാറ്റിസ്ഫാക്ടറി ആവും. ഓക്കെ, അപ്പം എപ്പോഴും ഹാർഡും ഡെൻസും ആയിരിക്കണം. അതിൻ്റെ എക്സാമ്പിളാണ് സാൻഡ്സ്റ്റോൺ, ലൈംസ്റ്റോൺ, ഷെയിൽ. ഇത് PSC എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്. നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാം ആയാലും ഈ സെഡിമെൻ്ററി റോക്കിൻ്റെയും അതുപോലെ ഇഗ്നിയസ് റോക്സിൻ്റെ ഒക്കെ എക്സാമ്പിൾ. നെക്സ്റ്റ് വരുന്നത് അഗ്രിഗേറ്റ്സ് ഫ്രം മെറ്റമോർഫിക് റോക്ക്. അതായത് ബോത്ത് ഇഗ്നിയസ് റോക്സ് ആൻഡ് സെഡിമെൻ്ററി റോക്സ് may be subjected to high temperature and pressure which cause metamorphism which changes the structure and texture of rocks. അതായത് ഈ ഇഗ്നിയസ് റോക്സും സെഡിമെൻ്ററി റോക്സും ഹൈ ടെമ്പറേച്ചറും പ്രഷറും കാരണം മെറ്റമോർഫിസം സംഭവിക്കും. അങ്ങനെ ഉണ്ടാവുന്ന റോക്സാണ്
മെറ്റമോർഫിക് റോക്സ് എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ ടെക്സ്ചറും സ്ട്രക്ചറൊക്കെ ചേഞ്ച് വരും, മെറ്റമോർഫിസം സംഭവിക്കും. അങ്ങനെ ഉണ്ടാകുന്ന റോക്സാണ് മെറ്റമോർഫിക് റോക്ക് എന്ന് പറയുന്നത്. ആൻഡ് മെറ്റമോർഫിക് റോക്സ് ഷോ ഫോളിയേറ്റഡ് സ്ട്രക്ചർ. ഒരു ഫോളിയേറ്റഡ് സ്ട്രക്ചറാണ് മെയിനായിട്ട് മെറ്റമോർഫിക് റോക്സിന് ഉണ്ടാവുക. ആൻഡ് ദ തിക്നെസ് ഓഫ് ദിസ് foliation may be vary from a few centimeter to many centimeter. And if hard dense ആണെങ്കിൽ, അതായത് ഹാർഡും ഡെൻസും ആണെങ്കിൽ ഇത് ഓക്കെ ആണ്, നമുക്ക് യൂസ് ചെയ്യാം. ഇഫ് ലാമിനേറ്റഡ് ആണെങ്കിൽ ഇറ്റ്സ് അൺഡിസൈറബിൾ. ഓക്കെ, പിന്നെ എക്സാമ്പിൾ എന്ന് പറയുന്നത് മാർബിൾ ആൻഡ് സ്ലേറ്റ് ആണ്. ഓക്കെ, അപ്പം ഇത്രയാണ് സോഴ്സിനെ ബേസ് ചെയ്തിട്ട് അഗ്രിഗേറ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അഗ്രിഗേറ്റ് ഫ്രം സെഡിമെൻ്ററി റോക്ക്, അഗ്രിഗേറ്റ് ഫ്രം മെറ്റമോർഫിക് റോക്ക് ആൻഡ് അഗ്രിഗേറ്റ് ഫ്രം എന്തായിരുന്നു ഇഗ്നിയസ് റോക്സ്. ഓക്കെ, ഇത് കുറച്ച് എക്സാമ്പിൾസ് ആണ്. നിങ്ങൾ ഇഗ്നിയസ് റോക്സിൻ്റെയും അതുപോലെ സെഡിമെൻ്ററി റോക്സിൻ്റെയും അതുപോലെ മെറ്റമോർഫിക് റോക്സിൻ്റെ എക്സാമ്പിളും ഫിഗേഴ്സുമാണ്. ജസ്റ്റ് ഈ പേരൊന്ന് പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും നിങ്ങൾ. ഇനി നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സൈസ്. അതായത് അഗ്രിഗേറ്റിൻ്റെ സൈസ് അനുസരിച്ച് നമ്മൾ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് കോസ് അഗ്രിഗേറ്റ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഫൈൻ അഗ്രിഗേറ്റ്. ഇനി കോസ് അഗ്രിഗേറ്റ് എന്താ നിങ്ങൾക്കറിയാം, ലാബിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും. ദാറ്റ് ഈസ് കോസ് അഗ്രിഗേറ്റ് വിച്ച് റീറ്റെയിൻ ഓൺ നമ്പർ 4 സീവ്. അതായത് നമ്പർ 4 സീവ് എന്ന് പറയുന്നത് 4.75 mm സീവിനെയാണ് നമ്മൾ നമ്പർ 4 എന്ന് പറയാം. നിങ്ങൾ ലാബിൽ കണ്ടിട്ടുണ്ടാവും, ഓരോ സീവിനും ഓരോ നമ്പർ ആയിരിക്കും. അപ്പം 4.75 mm കൂടെ അതിൻ്റെ മേലെ റീറ്റെയിൻ ചെയ്യുന്നതിനാണെങ്കിൽ നമ്മൾ കോസ് അഗ്രിഗേറ്റ് എന്നാണ് പറയുക. അതായത് 4.75 mm റീറ്റെയിൻ ചെയ്യുന്നതിനെ കോസ് അഗ്രിഗേറ്റ് എന്ന് പറയും. The function of the coarse aggregate is to act as the main load bearing component of the concrete. അതായത് കോൺക്രീറ്റിൽ നമ്മൾ കോസ് അഗ്രിഗേറ്റിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ആക്ട് ആസ് ദ മെയിൻ ലോഡ് ബിയറിംഗ് കമ്പോണൻ്റ് ആണ്. ഓക്കെ, അപ്പം അതാണ് കോസ് അഗ്രിഗേറ്റ്. നിങ്ങൾ ഈ ഫിഗറിൽ കണ്ടിട്ടുണ്ടാവും, ഇതാണ് കോസ് അഗ്രിഗേറ്റ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫൈൻ അഗ്രിഗേറ്റ്. ഫൈൻ അഗ്രിഗേറ്റ് എന്താ? Aggregate passing number 4 sieve and predominantly retain on the number 200 sieve. അതായത് നമ്പർ 4 sieve കൂടെ പാസ് ചെയ്യുന്നതും നമ്പർ 200 റീറ്റെയിൻ ചെയ്യുന്നതുമായ അഗ്രിഗേറ്റിനെയാണ് നമ്മൾ ഫൈൻ അഗ്രിഗേറ്റ് എന്ന് പറയുക. അതായത് 4.75 mm കൂടെ പാസ് ചെയ്യുന്നതും 0.075 mm സീവിൽ റീറ്റെയിൻ ചെയ്യുന്നതിനുമാണ് നമ്മൾ ഫൈൻ അഗ്രിഗേറ്റ് എന്ന് പറയുക. Okay, fine aggregate serve the purpose of filling all the open space in between the coarse particle. അതായത് കോഴ്സ് പാർട്ടിക്കിൾസിൻ്റെ ഉള്ളിലൊക്കെ ഉള്ള സ്പേസ് ഫില്ല് ചെയ്യാനാണ് മെയിൻലി. അത് ആ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫൈൻ അഗ്രിഗേറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി തേർഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ യൂണിറ്റ് വെയ്റ്റ്. അതായത് യൂണിറ്റ് വെയ്റ്റിൻ്റെ അനുസരിച്ച് നമുക്ക് മെയിൻലി 3 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നോർമൽ വെയ്റ്റ് അഗ്രിഗേറ്റ്, സെക്കൻഡ് വൺ ഈസ് ലൈറ്റ് വെയ്റ്റ് അഗ്രിഗേറ്റ് ആൻഡ് തേർഡ് വൺ ഈസ് ഹെവി വെയ്റ്റ് അഗ്രിഗേറ്റ്. അപ്പം യൂണിറ്റ് വെയ്റ്റ് അല്ലെങ്കിൽ ഡെൻസിറ്റി 2200 to 2400 kg/m³ ആണെങ്കിൽ ഇറ്റ്സ് നോർമൽ വെയ്റ്റ് അഗ്രിഗേറ്റ്. ഇനി അതിൻ്റെ യൂണിറ്റ് വെയ്റ്റ് അല്ലെങ്കിൽ ഡെൻസിറ്റി 240 to 1840 റേഞ്ച് വരുവാണെങ്കിൽ ഇറ്റ്സ് ലൈറ്റ് വെയ്റ്റ് അഗ്രിഗേറ്റ്. അതുപോലെ കോൺക്രീറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ വെയ്റ്റ്, അതായത് യൂണിറ്റ് വെയ്റ്റ് 2800 to 6400 kg/m³ വരുവാണെങ്കിൽ അത് ഹെവി വെയ്റ്റ് അഗ്രിഗേറ്റ് ആയിരിക്കും. അതുപോലെ സാൻഡ്, ഗ്രാവൽ, ക്രസ്റ്റ് സ്റ്റോൺസ് ഒക്കെ ആണെങ്കിൽ അത് നോർമൽ വെയ്റ്റ് അഗ്രിഗേറ്റ് ആയിരിക്കും. അതുപോലെ നമ്മൾ സ്ലാഗ്, സ്ലേറ്റ്, അതർ ലൈറ്റ് സ്റ്റോൺസിനെയാണ് നമ്മൾ ലൈറ്റ് വെയ്റ്റ് അഗ്രിഗേറ്റ് എന്ന് പറയുക. അതുപോലെ ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, സ്റ്റീൽ ആൻഡ് അയൺ പങ്ക്ചിങ്സിനെയാണ് നമ്മൾ ഹെവി വെയ്റ്റ് അഗ്രിഗേറ്റ് എന്ന് പറയാം. പിന്നെ സ്പെസിഫിക് ഗ്രാവിറ്റി വെച്ച് പറയുകയാണെങ്കിൽ 2.4 to 2.8 റേഞ്ച് വരുവാണെങ്കിൽ അത് നോർമൽ വെയ്റ്റ് അഗ്രിഗേറ്റ് ആയിരിക്കും. അതുപോലെ സ്പെസിഫിക് ഗ്രാവിറ്റി 2.4 ലെസ് ദാൻ 2.4 ആണെങ്കിൽ അത് ലൈറ്റ് വെയ്റ്റ് അഗ്രിഗേറ്റ് ആയിരിക്കും. അതുപോലെ ഹെവി വെയ്റ്റ് അഗ്രിഗേറ്റിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എപ്പോഴും എന്തായിരിക്കണം? 2.8ൻ്റെ ക്കാളും കൂടുതലായിരിക്കണം, ഗ്രേറ്റർ ദാൻ 2.8. ഓക്കെ, പിന്നെ ഈ നോർമൽ വെയ്റ്റ് അഗ്രിഗേറ്റ് മെയിൻലി യൂസ് ചെയ്യുന്നത് നോർമൽ കോൺക്രീറ്റ് പ്രൊജക്ട്സിനാണ്. അതുപോലെ ലൈറ്റ് വെയ്റ്റ് അഗ്രിഗേറ്റ് യൂസ് ചെയ്യുന്നത് ഇൻസുലേറ്റിംഗ് പേർപ്പസിന് വേണ്ടിയിട്ടാണ്. അതുപോലെ ഹെവി വെയ്റ്റ് അഗ്രിഗേറ്റ് യൂസ് ചെയ്യുന്നത് റേഡിയേഷൻ ഷീൽഡിംഗ് ആയിട്ടും അതുപോലെ കൗണ്ടർ വെയ്റ്റ്സിലുമാണ് ഹെവി വെയ്റ്റ് അഗ്രിഗേറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബോക്സ് ആകുമ്പം
പഠിക്കാൻ ഈസി ആയിരിക്കും. കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. ഫസ്റ്റ് അതിൻ്റെ എക്സാമ്പിൾ വരും, 3 എക്സാമ്പിൾ എഴുതുക, പിന്നെ സ്പെസിഫിക് ഗ്രാവിറ്റീൻ്റെ റേഞ്ച് എഴുതുക, അതുപോലെ അതിൻ്റെ യൂണിറ്റ് വെയിറ്റ്, പിന്നെ യൂസ്. അപ്പം ഇത്രയാണ് അതിൻ്റെ 3rd ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഇത് കുറച്ച് ഫിഗേഴ്സാണ് നോർമൽ വെയ്റ്റ് അഗ്രിഗേറ്റിൻ്റെ. ഇത് ലൈറ്റ് വെയ്റ്റ് അഗ്രിഗേറ്റിൻ്റെ കുറച്ച് എക്സാമ്പിൾസും ഫിഗേഴ്സും. ഇത് നിങ്ങളെ സ്ലാഗിൻ്റെ എക്സാമ്പിളാണ്. ബ്ലാസ്റ്റ് ഫർണസ് എന്നൊക്കെ കിട്ടുന്ന സ്ലാഗില്ലേ, അതിൻ്റെ ഒരു ഫിഗറാണ് ഇത്. ഇത് സ്ലേറ്റ്, പിന്നെ ഇത് ക്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും, പിന്നെ ഷെയിൽ. ഓക്കെ, ഈ ടൈപ്പ് സ്റ്റോണൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പേരറിയാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് അല്ലേ. അപ്പം ഇത്രയാണ് ലൈറ്റ് വെയ്റ്റ് അഗ്രിഗേറ്റ്. ഇത് ഹെവി വെയ്റ്റ് അഗ്രിഗേറ്റ്, അതായത് മാഗ്നറ്റൈറ്റ് ഉണ്ട്, ഹെമറ്റൈറ്റ്, ബാരൈറ്റ്, അയേൺ ആൻഡ് ലിമോണൈറ്റ്. ഇനി 4th ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ അവൈലബിലിറ്റി. അതായത് അഗ്രിഗേറ്റ് കിട്ടുന്ന അവൈലബിലിറ്റി അനുസരിച്ച് നമുക്ക് 2ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. അത് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നോർമൽ നാച്ചുറൽ അഗ്രിഗേറ്റ്സും ഉണ്ട്, ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ മാനുഫാക്ചർ അഗ്രിഗേറ്റും ഉണ്ട്. നാച്ചുറൽ അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് എന്താ, നമുക്ക് നാച്ചുറലി കിട്ടുന്ന അഗ്രിഗേറ്റിനെ നാച്ചുറൽ അഗ്രിഗേറ്റ്സ് എന്ന് പറയും. അതുപോലെ ആർട്ടിഫിഷ്യൽ ഓർ മാനുഫാക്ചേർഡ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കുന്നത്. അപ്പം ആർട്ടിഫിഷ്യൽ അഗ്രിഗേറ്റിനെ നമുക്ക് മെയിനായിട്ട് 4 ആയിട്ട് പറയാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബൈ പ്രോഡക്റ്റ് അഗ്രിഗേറ്റ്സ് ആണ്, സെക്കൻഡ് വൺ പ്രോസസ്ഡ് അഗ്രിഗേറ്റ്, തേർഡ് വൺ കളേർഡ് അഗ്രിഗേറ്റ് ആൻഡ് ലാസ്റ്റ് വൺ ഈസ് റീസൈക്കിൾഡ് അഗ്രിഗേറ്റ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു കാറ്റഗറൈസ് വരുന്നത്. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ അവൈലബിലിറ്റിയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അതിൻ്റെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആയിരുന്നു നാച്ചുറൽ അഗ്രിഗേറ്റ്സ് എന്ന് പറയുന്നത്. നാച്ചുറൽ അഗ്രിഗേറ്റ്സ് എന്താ? നാച്ചുറൽ അഗ്രിഗേറ്റ്സ് കൺസിസ്റ്റ് ഓഫ് റോക്ക് ഫ്രാഗ്മെൻറ്റ്സ് ദാറ്റ് ആർ യൂസ്ഡ് ഇൻ ദർ നാച്ചുറൽ സ്റ്റേറ്റ് ഓർ ആർ യൂസ്ഡ് ആഫ്റ്റർ മെക്കാനിക്കൽ പ്രോസസ്സിംഗ് സച്ച് ആസ് ക്രഷിംഗ്, ഗ്രേഡിംഗ് ഓർ വാഷിംഗ്. എന്താണ് നാച്ചുറൽ അഗ്രിഗേറ്റ്സ് എന്ന് പറയുന്നത്? നാച്ചുറൽ സ്റ്റേറ്റിൽ നിന്ന് നേരിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതിനെയാണ്. ഇപ്പം വലിയ വലിയ അതായത് ഇപ്പം കോറീസ് എന്നൊക്കെ എടുക്കുന്ന റോക്സ് ആണെങ്കിൽ നമുക്ക് അതേ സൈസിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മളതിനെ ക്രഷിങ് ചെയ്യുന്നു, ഗ്രേഡിങ് ചെയ്യുന്നു, വാഷിംഗ് ചെയ്യുന്നു, എന്നിട്ട് യൂസ് ചെയ്യുന്നു. ബട്ട് അതിൻ്റെ ഈ കെമിക്കൽ അല്ലെങ്കിൽ മറ്റ് പ്രോപ്പർട്ടീസിനൊന്നും ചേഞ്ച് വരുന്നില്ല. അതായത് അതിൻ്റെ നാച്ചുറൽ സ്റ്റേറ്റിൽ തന്നെയാണ്. ഓക്കെ, അപ്പം അങ്ങനെയുള്ളതിനാണ് നമ്മൾ നാച്ചുറൽ അഗ്രിഗേറ്റ്സ് എന്ന് പറയാം. പിന്നെ സം നാച്ചുറൽ അഗ്രിഗേറ്റ്സ് ഡെപ്പോസിറ്റ് കോൾഡ് പിറ്റ് ആൻഡ് ഗ്രാവൽ. ചില നാച്ചുറൽ അഗ്രിഗേറ്റ് ഡെപ്പോസിറ്റിനെ നമ്മൾ പറയുന്നതാണ് പിറ്റ് ആൻഡ് ഗ്രാവൽ. കൺസിസ്റ്റ് ഓഫ് സാൻഡ്, ഗ്രാവൽ ദാറ്റ് ക്യാൻ ബി റെഡിലി യൂസ്ഡ് ഇൻ കോൺക്രീറ്റ് ആഫ്റ്റർ മിനിമൽ പ്രോസസ്സിങ്. ഇങ്ങനെ പിറ്റ് ആൻഡ് ഗ്രാവലിന് കിട്ടണ അഗ്രിഗേറ്റിനെ നമ്മൾ എന്ത് ചെയ്യും? മിനിമൽ പ്രോസസ്സിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നു. നാച്ചുറൽ ഗ്രാവൽ ആൻഡ് സാൻഡ് ആർ നാച്ചുറലി അല്ലെങ്കിൽ യൂഷ്വലി ഡഗ് ഓർ ഡ്രഡ്ജ് ഫ്രം എ പിറ്റ്, റിവർ, ലേക്ക് ഓർ സീബെഡ്. സാധാരണ നമ്മൾ ഗ്രാവലും സാൻഡൊക്കെ എവിടെ നിന്നാണ് ഡ്രഡ്ജ് ചെയ്തെടുക്കുന്നത്? കുഴിച്ചെടുക്കുന്നത് സാധാരണ പിറ്റെന്നോ അല്ലെങ്കിൽ റിവർ, ലേക്ക്, സീബെഡ് എന്നൊക്കെ ആയിരിക്കും അല്ലേ. നമ്മൾ മണ്ണിലൊക്കെ എടുക്കുന്നത് പുഴയിൽ നിന്നാണ് സാധാരണ. അതാണ് ഇവിടെയും പറഞ്ഞത്. ഇനി ക്രഷ്ഡ് അഗ്രിഗേറ്റ്സ് ഈസ് ക്വാറിഡ് ഓർ എക്സ്കവേറ്റഡ് സ്റ്റോൺ. ക്രഷ്ഡ് അഗ്രിഗേറ്റ് is quarried or excavated stone that has been crushed and screened to the desired standard particle size and distribution. ഓക്കെ, അപ്പം ക്രഷ്ഡ് അഗ്രിഗേറ്റ് നമ്മൾ ക്വാറീസിൽ നിന്ന് എടുത്തതിന് ശേഷം അതിനെ ഇപ്പം ബിഗ് സൈസ് ആണെങ്കിൽ നമുക്ക് അതേ സൈസിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അതിനെ ക്രഷ് ചെയ്യും. ശേഷം നമ്മൾ അതിൻ്റെ ആവശ്യമുള്ള സൈസാക്കിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. അതിൻ്റെ എക്സാമ്പിൾസാണ്, അതായത് നാച്ചുറൽ അഗ്രിഗേറ്റ്സിൻ്റെ എക്സാമ്പിളാണ് സാൻഡ്, ഗ്രാവൽ, ക്രസ്ഡ് സ്റ്റോൺ, ലൈം റോക്ക് എന്നൊക്കെ പറയുന്നത്. അപ്പം ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ ബേസ്ഡ് ഓൺ അവൈലബിലിറ്റിയിലെ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ആയിരുന്നു മാനുഫാക്ചേർഡ് അല്ലെങ്കിൽ സിന്തറ്റിക് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത്. എന്താണ്? നമുക്ക് പേര് കേൾക്കുമ്പോൾ അറിയാം അല്ലേ. അതായത് ഒബ്റ്റെയിൻഡ് എയ്തർ ആസ് എ ബൈ പ്രോഡക്റ്റ് ഓർ ബൈ സ്പെഷ്യൽ മാനുഫാക്ചറിങ് പ്രോസസ് സച്ച് ആസ് ഹീറ്റിംഗ്. ഒന്നുമില്ലെങ്കിൽ എന്തിൻ്റെയും ബൈ പ്രോഡക്റ്റ് ആയിരിക്കും. ബൈ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്ന സാധനമായിരിക്കും നമ്മൾ അഗ്രിഗേറ്റ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ മാനുഫാക്ചറിങ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ മാനുഫാക്ചറിങ് ചെയ്ത് യൂസ് ചെയ്യുന്നതിനാണ് മാനുഫാക്ചർഡ് അല്ലെങ്കിൽ സിന്തറ്റിക് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ 4 ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയായിരുന്നു? നേരത്തെ സ്ലൈഡിൽ പറഞ്ഞു. അതായത് ബൈ പ്രോഡക്റ്റ് അഗ്രിഗേറ്റ്, പ്രോസസ്ഡ് അഗ്രിഗേറ്റ്, കളേർഡ് അഗ്രിഗേറ്റ് ഓർ റീസൈക്കിൾഡ് അഗ്രിഗേറ്റ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബൈ പ്രോഡക്റ്റ് അഗ്രിഗേറ്റ്. ആസ് യൂഷ്വൽ പേര് കേൾക്കുമ്പോൾ അറിയാം നമുക്ക് എന്തിൻ്റെയും ബൈ പ്രോഡക്റ്റ് ആയിരിക്കും. അതാണ്. ഓക്കെ, ദാറ്റ് ഈസ് കംപ്രൈസ് ബ്ലാസ്റ്റ് ഫർണസ് സ്ലാഗ്, സിൻഡേഴ്സ്, ഫ്ലൈ ആഷ് എക്സെട്ര.
അതായത് ഈ അലൂമിനിയം ഉണ്ടാക്കുന്ന മാനുഫാക്ചറിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടണ അത് വെച്ചിട്ട് യൂസ് ചെയ്ത് ഉണ്ടാക്കണതിനെയാണ് നമ്മൾ ബൈ പ്രോഡക്റ്റ് അഗ്രിഗേറ്റ് എന്ന് പറയും. സിൻഡേഴ്സ് ആർ റെസിഡ്യൂ ഓഫ് കോൾ ആൻഡ് വുഡ് ആഫ്റ്റർ ബേണിങ്. ഈ സിൻഡേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഈ കോൾ അല്ലെങ്കിൽ വുഡ് ബേൺ ചെയ്ത് കിട്ടണതിൻ്റെ റെസിഡ്യൂവിനാണ് നമ്മൾ സിൻഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പം അതാണ് ബൈ പ്രോഡക്റ്റ് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? പ്രോസസ്ഡ് അഗ്രിഗേറ്റ്. പ്രോസസ്ഡ് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് എന്താ? ഹീറ്റ് ട്രീറ്റഡ് എക്സ്പാൻഡഡ് മെറ്റീരിയൽ വിത്ത് ലൈറ്റ് വെയ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. ഒന്ന് ഹീറ്റ് ട്രീറ്റഡ് ആയിരിക്കും, അത് കഴിഞ്ഞതിന് ശേഷം അത് എക്സ്പാൻഡ് ആവും. അപ്പം അങ്ങനെയുള്ള മെറ്റീരിയൽ, ലൈറ്റ് വെയ്റ്റ് മെറ്റീരിയലിനെയാണ് നമ്മൾ പ്രോസസ്ഡ് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്തൊക്കെയാണ്? പെർലൈറ്റ്, ബേൺ ക്ലേ, ഷെയിൽ, പ്രോസസ്ഡ് ഫ്ലൈ ആഷ്. ഓക്കെ. ഇനി തേർഡ് ക്ലാസിഫിക്കേഷൻ ആയിരുന്നു കളേർഡ് അഗ്രിഗേറ്റ്. കളേർഡ് അഗ്രിഗേറ്റ് ഒന്നുമില്ല, നമ്മളെ സെറാമിക്സ് ഒക്കെ അല്ലേ, അതായത് നമ്മൾ ആർട്ടിഫിഷ്യലി ഡെക്കറേറ്റിംഗ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, ആർക്കിടെക്ചറൽ ബ്യൂട്ടിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റോൺസൊക്കെ കളർ ചെയ്തിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളതിനാണ് നമ്മൾ എന്ത് പറയുക? കളേർഡ് അഗ്രിഗേറ്റ്. ഇനി എന്താണ്? റീസൈക്കിൾഡ് അഗ്രിഗേറ്റ്. റീസൈക്കിൾഡ് അഗ്രിഗേറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഡിറൈവ്ഡ് ഫ്രം ക്രഷിങ് ഇനേർട്ട് കൺസ്ട്രക്ഷൻ ആൻഡ് ഡിമോളിഷിങ് വേസ്റ്റ്. അതായത് ഇപ്പം ഡിമോളിഷിങ് വേസ്റ്റ് ഒക്കെ ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ ഡിമോളിഷ് ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന വേസ്റ്റ് നമ്മൾ റീസൈക്കിൾ ചെയ്തിട്ട് അഗ്രിഗേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. നമ്മുടെ ഫിഫ്ത്ത് ക്ലാസിഫിക്കേഷൻ ആയിരുന്നു ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഷേപ്പ്. അതായത് ഷേപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുക അഗ്രിഗേറ്റിനെ. അതെന്തൊക്കെയാണ് വരുന്നത്? ഫസ്റ്റ് എന്ന് പറയുന്നത് റൗണ്ട് അഗ്രിഗേറ്റ് വരുന്നുണ്ട്. ഇറഗുലർ അല്ലെങ്കിൽ പാർട്ട്ലി റൗണ്ടഡ് അഗ്രിഗേറ്റ്, ആംഗുലർ അഗ്രിഗേറ്റ്, അതുപോലെ ഫ്ലേക്കി അഗ്രിഗേറ്റ്. ഓക്കെ. റൗണ്ട് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് എന്താ? ഫുള്ളി വാട്ടർ വോൺ ഓർ കംപ്ലീറ്റ്ലി ഷേപ്ഡ് ബൈ അട്രീഷൻ. അതായത് ഫുള്ളി വാട്ടർ വോൺ ആയിരിക്കും, അതുപോലെ തന്നെ കംപ്ലീറ്റ്ലി ഷേപ്ഡ് ബൈ അട്രീഷൻ. അതായത് അട്രീഷൻ പ്രോസസ്സ് വഴി കംപ്ലീറ്റ്ലി നല്ല ഷേപ്പിലുള്ള അഗ്രിഗേറ്റ് ആയിരിക്കും ആര്? റൗണ്ടഡ് അഗ്രിഗേറ്റ്. അതായത് അതുപോലെ എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? റിവർ ഓർ സീഷോർ ഗ്രാവൽസ്. റിവറിലും ഈ റിവർ സൈഡിലൊക്കെ ഉണ്ടാവുന്ന അഗ്രിഗേറ്റ് ഏതാണ്ട് ഇതുപോലെ ഉണ്ടാവില്ലേ? എല്ലാ സൈഡും നല്ല സ്മൂത്ത് ആയിരിക്കും. എപ്പോഴും ഇങ്ങനെ അട്രീഷൻ, വാട്ടറിൻ്റെ ആ ഒരു ഇത് കാരണം എപ്പോഴും അതിൻ്റെ മേലെ ഇങ്ങനെ വാട്ടർ ഉണ്ടാവുന്നത് കാരണം അതെപ്പോഴും നല്ല റൗണ്ട് ഷേപ്പായിരിക്കും. അതാണ് റൗണ്ടഡ് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇറഗുലർ ഓർ പാർട്ട്ലി റൗണ്ടഡ്. നാച്ചുറലി ഇറഗുലർ ഓർ പാർട്ട്ലി ഷേപ്ഡ് ബൈ അട്രീഷൻ ഹാവിങ് റൗണ്ടഡ് എഡ്ജസ്. നല്ല റൗണ്ടഡ് എഡ്ജസ് ആയിരിക്കും, ബട്ട് റൗണ്ടഡിൻ്റെ അത്ര എന്താ പറയുക അട്രീഷൻ സംഭവിക്കില്ല അതിന്. ഐ മീൻ റൗണ്ടഡിൻ്റെ അത്ര ഒരു ഷേപ്പ് ഉണ്ടാവില്ല. നാച്ചുറലി ഇറഗുലർ ആണ് ആൻഡ് പാർട്ട്ലി ഷേപ്ഡ് ബൈ അട്രീഷൻ ആണ്. ഓക്കെ. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ എന്താണ്? പിറ്റ് സാൻഡ്സ് അല്ലെങ്കിൽ ഗ്രാവൽ. നെക്സ്റ്റ് തേർഡ് എന്ന് പറയുന്നത് ആംഗുലർ അഗ്രിഗേറ്റ്. ആംഗുലർ അഗ്രിഗേറ്റിൽ എന്തൊക്കെയാണ് വരുന്നത്? പ്രോസസ്സിങ് വെൽ ഡിഫൈൻഡ് എഡ്ജസ് ഫോംഡ് അറ്റ് എ ഇൻ്റർസെക്ഷൻ ഓഫ് റഫ്ലി പ്ലാനാർ ഫേസസ്. ഓക്കെ. അതാണ് ആംഗുലാർ എന്ന് വരുന്നത്. ഇത് കണ്ടോ, ഈ ഒരു ഫിഗർ കണ്ടോ? വെൽ ഡിഫൈൻഡ് എഡ്ജസ് ആയിരിക്കും. അതെങ്ങനെയാണ്? എക്സാമ്പിൾ എന്ന് പറയുന്നത് ക്രഷ്ഡ് റോക്സ് ഓഫ് ഓൾ ടൈപ്സ്, അതായത് ടാലസ്, സ്ക്രീസ് ഒക്കെ അതിൻ്റെ എക്സാമ്പിൾസാണ്. അതാണ് ആംഗുലാർ എന്ന് പറയുന്നത്, ആംഗുലാർ അഗ്രിഗേറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫ്ലേക്കി. മെറ്റീരിയൽ യൂഷ്വലി ആംഗുലാർ ഓഫ് വിച്ച് ദ തിക്നെസ് ഈസ് സ്മോൾ റിലേറ്റീവ് ടു ദ വിഡ്ത്ത് ആൻഡ് അല്ലെങ്കിൽ ലെങ്ത് എന്ന് പറയാം നമുക്ക്. അതാണ് ഫ്ലേക്കി എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് ലാമിനേറ്റഡ് റോക്ക്. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ ഷേപ്പിൻ്റെ ബേസിസിൽ നമ്മൾ അഗ്രിഗേറ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. റൗണ്ട് അല്ലെങ്കിൽ പാർട്ട്ലി റൗണ്ട്, ആംഗുലർ, ഫ്ലേക്കി, 4 കാറ്റഗറൈസേഷൻ. ഇത് അതിൻ്റെ കുറച്ച് ഫിഗേഴ്സാണ് കേട്ടോ. ഫ്ലേക്കിൻ്റെ ഒക്കെ ഫിഗേഴ്സ് ഇങ്ങനെയാണ് വരുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആയിരുന്നു ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സർഫേസ് ടെക്സ്ചർ. സർഫേസ് ടെക്സ്ചറിനനുസരിച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. The surface texture is a measure of the smoothness and roughness of aggregate, and the grouping of aggregate is broad and it's based on visual examination of the specimen. Texture എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സാമിൻ ചെയ്യുക അതിൻ്റെ വിഷ്വൽ എക്സാമിനേഷൻ വഴിയിട്ടാണ്. ആസ് പെർ IS 383 1970 the aggregates are classified into 5 groups. ഈ ഒരു IS നമ്പർ വെച്ച് ആസ് പെർ IS 383 1970 അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു
അഗ്രിഗേറ്റിനെ 5 ക്ലാസിഫൈ ചെയ്തത്. ഓക്കെ, അതിൻ്റെ ഫസ്റ്റ് കാറ്റഗറി വരുന്നത് ഗ്ലാസി, എക്സാമ്പിൾ ബ്ലാക്ക് ഫിൻറ്റ് എന്ന് പറയുന്നത് ഗ്ലാസി അഗ്രിഗേറ്റ്. നെക്സ്റ്റ് സ്മൂത്ത് അഗ്രിഗേറ്റ്, എൻ്റെ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ഗ്രാനുലർ അഗ്രിഗേറ്റ്, സാൻഡ് സ്റ്റോൺ ഒക്കെ എക്സാമ്പിളാണ്. പിന്നെ വരുന്നത് ക്രിസ്റ്റലൈൻ അഗ്രിഗേറ്റ്, അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് പിന്നെ വരുന്നത് ഹണി കോംഡ് ആൻഡ് പോറസ് അഗ്രിഗേറ്റ്, അതിൻ്റെത് വരുന്നത് സ്കോറിയ, പ്യൂമൈസ്, സ്ട്രാസ് ഒക്കെ, അതാണ് അതിൻ്റെ എക്സാമ്പിൾ. ഓക്കെ, അപ്പം ഈ പ്യൂമൈസൊക്കെ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഈ സ്ക്രബ്ബേഴ്സൊക്കെ അല്ലേ, നിങ്ങളെ ഓരോ ഈ കാലിലൊക്കെ നമ്മൾ സ്ക്രബ് ചെയ്യാൻ യൂസ് ചെയ്യുന്നില്ലേ ഓരോ സ്റ്റോണ്, ആ ഒരു ടൈപ്പാണ് ഈ പ്യൂമൈസ് എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് കണ്ടുപരിചയം ഉണ്ടാവും അത്. അപ്പം ഇത്രയാണ് നമ്മളെ അഗ്രിഗേറ്റിൻ്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ക്വാളിറ്റീസ് ഓഫ് ആൻ ഐഡിയൽ അഗ്രിഗേറ്റ്. ഒരു ഐഡിയൽ അഗ്രിഗേറ്റ് എങ്ങനെയൊക്കെ ആവണം എന്ന്. എന്തൊക്കെയാണ് വരുന്നത്? ഇറ്റ് മസ്റ്റ് ബി ക്ലീൻ ആയിരിക്കണം, ആൻഡ് ദാറ്റ് ഈസ് ഇറ്റ് ഷുഡ് ഫ്രീ ഫ്രം ലംസ്, ഓർഗാനിക് മെറ്റീരിയൽ എക്സെട്ര. അതായത് ഒരു അഗ്രിഗേറ്റ് എപ്പോഴും ഉണ്ടായിരിക്കണം, നല്ല ക്ലീൻ ആയിരിക്കണം, ലംസ് ഉണ്ടാകാൻ പാടില്ല, ഓർഗാനിക് മെറ്റീരിയൽസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. പിന്നെ എന്താണ്? ഇറ്റ് ഷുഡ് ബി ഹാർഡ്, സ്ട്രോങ് ആൻഡ് ഡ്യൂറബിൾ ആയിരിക്കണം. നെക്സ്റ്റ് ഇറ്റ് ഷുഡ് നോട്ട് റിയാക്ട് വിത്ത് സിമെൻറ്റ് ആഫ്റ്റർ മിക്സിങ്. ഇപ്പോൾ നമ്മളൊരു അഗ്രിഗേറ്റ് എടുത്തു, അത് ഈ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം സിമെൻറ്റുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അത് കോൺക്രീറ്റിനെ വല്ലാണ്ട് എഫക്റ്റ് ചെയ്യും. സോ എന്തായിരിക്കണം? കെമിക്കലി ഇനേർട്ടായിരിക്കണം. ഷുഡ് നോട്ട് റിയാക്ട് വിത്ത് സിമെൻറ്റ് ആഫ്റ്റർ മിക്സിങ് ആയിരിക്കണം. പിന്നെന്താണ്? ഇറ്റ് ഷുഡ് ഹാവ് റഫ് സർഫസ് ആയിരിക്കണം, ആൻഡ് ഇറ്റ് ഷുഡ് നോട്ട് അബ്സോർബ് വാട്ടർ മോർ ദാൻ 5%. 5% കൂടുതൽ വാട്ടർ അബ്സോർബ് ചെയ്യാൻ പാടില്ല. പിന്നെന്താണ്? ഇറ്റ് ഷുഡ് നോട്ട് ബി സോഫ്റ്റ് ആൻഡ് പോറസ്. സോഫ്റ്റും ആവരുത്, പോറസും ആവരുത്. പിന്നെ വരുന്നത് ഷുഡ് ബി കെമിക്കലി ഇനേർട്ട് ആയിരിക്കണം. ഇറ്റ് ഷുഡ് പ്രിഫർ ബി ക്യൂബിക്കൽ ഓർ സ്പെറിക്കൽ ഇൻ ഷേപ്പ് ആയിരിക്കണം. അപ്പം ഇത്രയാണ് ഒരു ഐഡിയൽ അഗ്രിഗേറ്റ് ആവാൻ വേണ്ട ക്വാളിറ്റീസ്. കുറേ ഉണ്ട്, ഞാൻ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ലിസ്റ്റ് ഔട്ട് ചെയ്തേ ഉള്ളൂ കേട്ടോ. ഓക്കെ.